ഇതിൽ ഈ LDF കേന്ദ്രങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു സമ്മർദ്ദക്കെതിരെ ഉണ്ടാക്കിയതാണ്, അങ്ങനെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. അതിപ്പോൾ പ്രചരിപ്പിക്കുന്നതിന് എന്ത് വേണേലും ആവുമല്ലോ. പ്രസവിച്ച അമ്മയെ തല്ലിയാലും രണ്ടഭിപ്രായമുള്ള നാടല്ലേ ഇത്. ഒന്ന് അവൻ അമ്മയെ തല്ലിയെന്ന് പറയും, വേർത്തം പറയും ഇത്രയും കാലം അമ്മയെ സഹിച്ചെന്ന് പറയും. ഞാൻ എന്തായാലും ഈ കാസർഗോട്ട് വരുന്നതിന് മുമ്പും കാസർഗോട്ട് വന്നതിന് ശേഷവും ഞാൻ ആരെയും സമ്മർദ്ദത്തിനും പോയിട്ടില്ല, ആരെയും ഭീഷണിപ്പെടുത്താനും പോയിട്ടില്ല. ഞാൻ വളരെ മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരാളാണ്. എന്നെക്കുറിച്ച് ആരോപണം ആരുന്നയിച്ചാലും അതൊന്നും കാസർഗോട്ട് ജനങ്ങളോ കേരളത്തിലെ ജനങ്ങളോ വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം ഞാനൊരു ഭീഷണിപ്പെടുത്തുന്ന രാഷ്ട്രീയത്തിൻ്റെ വക്താവൊന്നുമല്ല. ഞാൻ എപ്പോഴും സമാധാനപരമായി രാഷ്ട്രീയ പ്രവർത്തനത്തിന് ആളാണെന്ന് കാസർഗോട്ടെയും കേരളത്തെയും ജനങ്ങൾക്കറിയാം. എൻ്റെ ഈ കൈകൊണ്ട് ആരെയെങ്കിലും തല്ലുകയോ ഞാൻ ഈ വാഗുകൊണ്ട് ആരെയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പം ഇവരിത് അങ്ങനെ പറയുമല്ലോ. ഇപ്പം മുഖ്യമന്ത്രി തന്നെ ഈ അക്രമത്തിന് കൂട്ടുനിൽക്കുന്ന ആളാണല്ലോ. നമ്മൾ കണ്ടില്ലേ, കല്യാശ്ശേരിയിൽ ഹെൽമറ്റ് കൊണ്ട് തലയടിച്ച് പൊട്ടിച്ചു, ചെടിച്ചട്ടി കൊണ്ട് തലയടിച്ച് പൊട്ടിച്ചു, കമ്പിപ്പാര കൊണ്ട് തലയടിച്ച് പൊട്ടിച്ചിട്ട് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഇതൊക്കെ രക്ഷാപ്രവർത്തനമെന്നാണ്. ആ രക്ഷാപ്രവർത്തനം ഇനിയും തുടരണമെന്ന് DYFIക്ക് ആഹ്വാനം കൊടുത്തതിൻ്റെ ഫലമാണ് ഇന്ന് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ആക്രമണങ്ങൾ. ഈ സ്ത്രീത്വത്തിനെതിരെ പരാതിയുള്ളത് തിരുവനന്തപുരത്തും മേയറെ ഒരു സംഭവം സമാനമായിരുന്നു. അപ്പോൾ CPM ഒരു സ്ഥിരം പതിവ് കാണേണ്ടി വരുമോ? അതെ, അതാണല്ലോ ഞാൻ പറഞ്ഞത്. തിരുവനന്തപുരത്തുണ്ടായ സംഭവം, മേയർക്കെതിരെ ഉണ്ടായ സംഭവം, അതിൻ്റെ സാക്ഷി ആരാണ്? ഇതിനകത്ത് CCTV ക്യാമറ ഉണ്ടല്ലോ. ആ ക്യാമറയിലെ തെളിവുകൾ ആരാ നശിപ്പിച്ചത്? കുറ്റവാളിയാണെങ്കിൽ ആ ക്യാമറയുടെ ദൃശ്യങ്ങൾ പരസ്യമായി പുറത്തു കൊണ്ടുവന്ന് യദു എന്ന് പറയുന്ന ഡ്രൈവറെ ശിക്ഷിക്കണ്ടേ? എന്നിട്ട് ഇത് എടുത്ത് മാറ്റുകയാണോ വേണ്ടുന്നത്? അപ്പോൾ കട്ടവൻ ആരാണോ അവനെ കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് ആര്യ രാജേന്ദ്രൻ്റെ വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്നുള്ളതാണെന്ന് കേരളത്തിലെ പൊതുജന സമൂഹത്തിന് നന്നായിട്ടറിയാം. സൈഡ് കൊടുക്കാത്ത അവർ കൊണ്ടുവന്ന് സീബ്ര ലൈനിൽ കൊണ്ട് വണ്ടി ക്രോസ് ചെയ്ത് വണ്ടിക്കകത്ത് കയറി യാത്രക്കാരെ ഇറക്കി വിട്ട് ആ യാത്രക്കാരുടെ മുഴുവൻ യാത്രയും മുടക്കി. എന്നിട്ട് കണ്ടില്ലേ റഹീം പറഞ്ഞ കണ്ടില്ലേ ഒരു MP എന്താ പറഞ്ഞത്? ആ വണ്ടിക്കകത്ത് കയറിയ MLA ടിക്കറ്റ് ചോദിച്ചു. എടാ, വിവരക്കേടിൻ്റെ ഒരു പര്യായമല്ലേ ഈ റഹീം എന്ന് പറയുന്നത്? MLA മാർക്ക് KSRTC ബസ്സിൽ ടിക്കറ്റ് വേണ്ട എന്നുള്ള വിവരം ഇയാൾക്ക് അറിയത്തില്ല. അത്ര കണ്ട് അപ്പോൾ ഇയാളാണ് ആര്യ രാജേന്ദ്രൻ്റെ കേസ് വളരെ വീക്കാക്കിയത്. കാര്യം MLA അകത്ത് കയറി ടിക്കറ്റ് എടുക്കാൻ ശ്രമിച്ചതെന്നാണ് പറഞ്ഞത്. മനസ്സിലായല്ലോ. തെളിവുകളുണ്ട്. ആ തെളിവുകൾ ആരാണ് നശിപ്പിച്ച് ആരെ രക്ഷിക്കുക എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ എവിടെ എന്ത് നടന്നാലും സ്ത്രീത്വത്തെ അവമാനിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കലാണ്. മനസ്സിലായില്ലയോ? ഞാനിവിടെ ഒരു സമ്മേളനത്തിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി. പിറ്റേന്ന് എനിക്കെതിരെ കേസ് കൊടുത്തു, മൂഷിക സ്ത്രീ എന്ന് വിളിച്ചു എന്ന്. അപ്പം മലയാളത്തിൽ ഈ എന്തായാലും പറയുന്നത് ഫ്രേസുകളെക്കുറിച്ചൊന്നും യാതൊരു വിവരമില്ല. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ എന്ന് പറഞ്ഞൊരു ഫ്രേസാണ്. അത് പറഞ്ഞതിന് സ്ത്രീകളെ മൂഷിക സ്ത്രീ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ് ഇവിടുത്തെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എനിക്കെതിരെ പിറ്റേന്ന് വലിയ വാർത്ത കൊടുത്ത ആളാണ്. അപ്പം സ്ത്രീയെ അപമാനിച്ചു എന്ന് പറഞ്ഞാണിപ്പം ആളുകളെ കേസിൽ പ്രതിയാക്കാൻ ശ്രമിക്കുന്നത്. അത് ബോധപൂർവമായി നീക്കി. ഇത് നിഷ്പക്ഷമായി അന്വേഷിക്കട്ടെ. അവിടെ ഒരു തെരഞ്ഞെടുപ്പിൽ കള്ളയോട്ട് പിടിച്ചു എന്നുള്ളതാണ് ഇത്. കള്ളയോട്ട് പിടിച്ച ആളിനെ ഞങ്ങൾ സംരക്ഷിച്ചു. പിടിച്ചവനെ സംരക്ഷിക്കണമല്ലോ ഞങ്ങൾ. അവൻ്റെ തലയെടുക്കുമെന്ന് പറഞ്ഞാൽ, അവനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ DYFIയുടെ മുദ്രാവാക്യം നിങ്ങളൊന്ന് ഇട്ട് കാണിച്ചു കൊടുക്കുക ആളുകളെ. എന്താ വിളിച്ചത്?